കുരുൾ ത്വരീഖത്തെന്ന മുസ്ലിം സംഘടന വിട്ടതിന്റെ പേരിൽ ജീവന് ഭീഷണിയെന്ന് യുവതി. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടതിന്റെ പേരിൽ കുരുൾ ത്വരീഖത്തിൽ നിന്ന് പുറത്താക്കി ഊരുവിലക്കുകയായിരുന്നു. പ്രവാചകൻ ഷാഹുൽ ഹമീദ് യുവാവിനെതിരെ വ്യാജ പോക്സോ കേസ് കൊടുപ്പിച്ചു എന്നും യുവതി പറഞ്ഞു. എനിക്ക് അതിന് കല്യാണങ്ങളോ കാര്യങ്ങളോ ഇല്ലാന്നും എനിക്ക് അതിൽ ഭർത്താവ് ഇല്ലാന്നുമാണ് ഈ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. എന്റെ വീട്ടുകാരോടെ പറഞ്ഞിട്ടുള്ളത്. ഓ, അപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്നുള്ളത് അവര് ഒരു അജണ്ടയാണല്ലേ? അതെ 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 സോഷ്യൽ മീഡിയ കല്യാണം കഴിയാത്തവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. പിന്നെ 18 വയസ്സ് കഴിഞ്ഞവർക്ക് സാധാ സ്വിച്ച് ഫോൺ ഉണ്ടല്ലേ അതേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് വെച്ചാല് ഞാൻ TTC ഓൺലൈനായിട്ട് TTC ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പിന്നെ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് ഫോൺ ഇല്ലാതെ പറ്റത്തില്ല. അവർ പഠിക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിച്ച് അതിൽ ഞാൻ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടെന്നും പറഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കിയത്. അത് അവിടെ പോയിട്ട് അയാളോട് മാപ്പ് പറഞ്ഞു കയറണം. ഷാഹുൽ ഹമീദിനോട് മാപ്പ് പറഞ്ഞ് അയാളെ വീട്ടിന് മുന്നിൽ രാവും പകലും നിന്നതിന് ശേഷം അതെ അതെ അവിടെ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പോയിട്ടില്ല. ഇപ്പൊ എല്ലാരും പറയുന്ന അവിടെ പോയിട്ട് ഒരു 8-10 പ്രാവശ്യം പോയി അയാളെ വീടിന്റെ ഗേറ്റിന് പുറത്ത് നിൽക്കണം. പിന്നെ അയാൾക്ക് തോന്നുവാണെങ്കിൽ അയാൾ ഉള്ളിലോട്ട് വിളിക്കും, അങ്ങനെ സംസാരിക്കുമെന്ന്. താടി വെക്കരുതെന്ന് പറഞ്ഞ പണ്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതിന്റെ മുന്നത്തെ നേതാക്കന്മാര് പറഞ്ഞുന്ന് താടിയുള്ളവരെ നോക്കി തല്ലാൻ പറഞ്ഞെന്ന്. ശനി ഞായർ സ്ത്രീകൾക്ക് 2 ദിവസം ഞായറും ശനി, പുരുഷന്മാർക്ക് വെള്ളി വ്യാഴമാണ് മാറാക്കര ശാഖയില്. വേറെ ഉള്ളിടത്ത് എനിക്കറിയത്തില്ല. അതായത് ഈ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ വ്യക്തിന്റെ സമ്മതം ഇല്ലാതെ അവർക്ക് കല്യാണം നടത്തി തരാൻ പറ്റൂല. സ്വന്തം മക്കളെ കാര്യത്തിന് പോലും അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള ഇതില്ല അതില്. ഇതിനുള്ളിലുള്ള കുറെ വ്യക്തികൾക്ക് അതിൽ വിശ്വാസം ഉണ്ടായിട്ട് നിൽക്കുന്നവരല്ല. ഇപ്പൊ എന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയേ. ഞാൻ അതിൽ നിന്ന് പുറത്തായതിനു ശേഷം എന്റെ വാപ്പയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല, വേറുള്ള ബന്ധുക്കളില്ല, ആരും ഇല്ല. ഈ പറയുന്ന എന്റെ വാപ്പനെ കൊണ്ട് ഉമ്മനെ കൊണ്ട് വരെ എന്റെ കുറ്റങ്ങളാണ് അതിൽ പറയിപ്പിക്കുന്നത്. ആര് എന്ത് കേസ് കൊടുത്തിട്ടും കാര്യമില്ല, ഞങ്ങളെ ജയിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാർക്ക് മൊത്തം അറിയാം. ഈ സംഘടനയിൽപ്പെട്ട ആൾക്കാർക്കും അറിയാം, ഇതിന് പുറത്തു പോയ ആൾക്കാർക്കും അറിയാം. ഈ സംഘടനക്കും ഈ ഷാഹുൽ ഹമീദിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഈ വീട്ടിൽ കയറ്റാത്തത് എന്നുള്ള വിഷയം. അവർക്ക് ജയിക്കാൻ വേണ്ടി അവരെന്തു ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം. ഇനിയിപ്പോ എന്നെ കൊല്ലണോന്ന് എന്റെ വീട്ടുകാരോടോ അല്ലെങ്കിൽ ഇനിയിപ്പോ അതിൽപ്പെട്ട ആൾക്കാരോട് പറയാം എന്നെ കൊല്ലണോന്ന് പറഞ്ഞാൽ അവരത് കൊല്ലും. പിന്നെ ഞാൻ ഇതിനു മുന്നേ യൂട്യൂബിലൂടെ ഒരു ലൈവ് എന്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാരണത്താൽ എനിക്ക് ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരെന്നെ അതാക്കും ഇതാക്കും എന്ന് പറഞ്ഞിട്ട്.